കേരളത്തിന്റെ അത്യാവശ്യം ഫേമസ് ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റിയാണ് കൊച്ചി. ഇവിടുത്തെ KSRTC ബസ് സ്റ്റാൻഡിലെ കുറച്ച് കാഴ്ചകൾ ഞാൻ നിങ്ങളെ കാണിക്കാനാണ് ഇന്നത്തെ ഒരു വീഡിയോ. 2025 ഇപ്പോഴും ആ പഴയ കാലത്ത് നിന്ന് മാറാൻ ആഗ്രഹിക്കാത്ത KSRTC ബസ് സ്റ്റാൻഡ്. ഒരുപാട് ടൂറിസ്റ്റുകൾ വിദേശികളെല്ലാം വന്നു പോകുന്ന ഒരു സ്ഥലം കൂടിയാണിത്. മൂന്നാറിലേക്കുള്ള മെയിൻ ബസ്സുകൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. പന്നിക്കൂടിന് സമാനമായിട്ടുള്ള ഒരു കാഴ്ചകളാണ് എനിക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റിയത്. KSRTCന്റെ മെയിൻ ഹബ്ബ് തന്നെയാണ് ഈ ബസ് സ്റ്റാൻഡ് വരുന്നത്. ലോങ് ബസ്സുകളെല്ലാം ഇവിടുന്ന് തന്നെയാണ് സ്റ്റാർട്ടിങ് വരുന്നത്. എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷന്റെ അടുത്താണ് ഈ ബസ് സ്റ്റാൻഡ് വരുന്നത്. ഇതുപോലെ വൃത്തിയില്ലാത്ത ബസ് സ്റ്റാൻഡ് കേരളത്തിൽ വേറെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യണേ. കാരണം ഇത്രയ്ക്ക് വൃത്തിയിൽ സൂക്ഷിക്കുന്ന ബസ് സ്റ്റാൻഡ് ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല. ഇതിനുവേണ്ടി കാത്തിരിക്കാൻ പറ്റിയ സീറ്റുകളാണ് നിങ്ങൾ ഈ കണ്ടത്. പഴയ ബസ്സുകളിലെ സീറ്റുകളൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. ഇരിക്കുന്നതിന്റെ അടിയിൽ കൂടെ വെള്ളമൊക്കെ ഒഴുകുന്നത് നമുക്ക് കാണാൻ പറ്റും. ബസ് സ്റ്റാൻഡിന്റെ പല ഭാഗങ്ങളിലായി ഇതുപോലെ വേസ്റ്റ് വെള്ളം കെട്ടിക്കിടന്ന് അതിലേക്ക് വേസ്റ്റും മറ്റുമൊക്കെ എറിഞ്ഞ് ആകെ അലമ്പായിരിക്കുന്നു. സംഭവം ശരിയാണ്, പല ഭാഗങ്ങളിലായി വെള്ളം കിട്ടുന്ന സ്ഥലമാണ് കൊച്ചി എന്നറിയാം. ഇത് ബസ്സുകൾ നിർത്തിയിടുന്നതിന്റെ പിൻവശമാണ് വരുന്നത്. വെള്ളത്തിന്റെ ഒരു കനാലും പബ്ലിക് ടോയ്ലറ്റും കൂടിയാണ് ഇത്. ഈ ഭാഗത്ത് നിന്ന് നമുക്ക് ശുദ്ധമായ കാറ്റ് ശ്വസിക്കാൻ പറ്റും. നല്ല ആംബിയൻസ് ഉള്ള കാഴ്ചകളും. ഈ ബസ് സ്റ്റാൻഡിൽ കണ്ട ആകെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഒരു പിക്ചർ മാത്രമാണ്. നല്ലൊരു പെയിന്റിംഗ് ആയതുകൊണ്ട് ആ ഒരു ഭിത്തി മാത്രം നല്ല വൃത്തിയായിരിക്കുന്നു. ബാക്കി ഭാഗം നിങ്ങൾക്ക് തന്നെ ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാവുമല്ലോ. ഉടനെ തന്നെ ഇത് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്നുള്ളത് ഉറപ്പാണ്. അതിന്റെ ഉള്ളിലേക്ക് മര്യാദയ്ക്ക് നോക്കുവാണെങ്കിൽ പ്രേതാലയം പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. കേരളം കാണാനെത്തുന്ന ഒട്ടനവധി ടൂറിസ്റ്റുകളുടെ മെയിൻ സ്പോട്ടല്ലേ ഈ കൊച്ചി. ഗോഡ്സ് ഓൺ കൺട്രി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അഭിമാനിക്കുമ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലുള്ളതെന്ന് നമ്മൾ അറിയണം. ബസ്സുകളിലൂടെ കുറെ സമ്പാദിക്കുന്നുണ്ടല്ലോ, അപ്പൊ ഇതൊക്കെ ഒന്ന് റിനോവേറ്റ് ചെയ്യാമെന്ന് എനിക്ക് തോന്നി. ആയൽ പിടിച്ച വെള്ളമാണ്, അപ്പൊ കുറെ നാളുകൾക്ക് മുമ്പേ ഇങ്ങനെ തന്നെയാണെന്ന് ഉറപ്പാണ്. ഈ തടാകത്തിന്റെ സൈഡിൽ തന്നെയാണ് കടകളും വരുന്നത്. കടക്കാരനെ കുറ്റപ്പെടുത്തിയതല്ല, അവർക്കും വേറെ ഓപ്ഷൻ ഉണ്ടാവൂല. പക്ഷെ ഇത്രയും നാളായിട്ട് ഇതൊന്നും ചോദിക്കാനും പറയാൻ ആരും ഇല്ലെന്ന് ഓർക്കുമ്പോൾ ഒരു വിഷമം. എൻക്വയറി ചെയ്യുന്ന സ്ഥലമാണിത്. നേരത്തെ കണ്ട വെള്ളക്കെട്ടിന്റെ മേലെ ഒരു പ്ലാറ്റ്ഫോം പോലെ ആക്കിയിട്ടാണ് അവർ എൻക്വയറി ചെയ്യുന്ന സ്ഥലമാക്കി എടുത്തേക്കുന്നത്. നമുക്ക് ബസ് സ്റ്റാൻഡിൽ ഇരിക്കാൻ പറ്റിയ ആകെയുള്ള ഒരു സ്പേസ് ഇത് തന്നെയാണ്. ഇരിക്കുന്നതിന്റെ ബേക്കിൽ മൊത്തം വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ട് അലമ്പാക്കിയിരിക്കുന്നു. ഞാൻ ഈ വീഡിയോ ഇട്ടെന്ന് കരുതി ഒന്നും സംഭവിക്കില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. ഈ ഗോഡ്സ് ഓൺ കൺട്രിയിലെ സാധാരണ ഒരു മനുഷ്യന്റെ വിഷമം എന്ന രീതിയിലാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. നമ്മൾ നേരത്തെ കണ്ട കെട്ടിടത്തിന്റെ ഉൾഭാഗമാണ് ഇത് വരുന്നത്. ശരിക്കും പറഞ്ഞ ബസ് സ്റ്റാൻഡിന്റെ വെയിറ്റിംഗ് ഏരിയ ഇതാണ്. പേടിച്ചിട്ടാവും യാത്രക്കാരൊന്നും ഇവിടെ ഇരിക്കാത്ത. ഈ വീഡിയോ കണ്ട് എന്തെങ്കിലുമൊക്കെ ആക്ഷൻ ഉണ്ടാകണം എന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ സ്റ്റോപ്പ് ചെയ്യുന്നു. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.